ബുദ്ധിജീവികളെയും അറിവുള്ളവരും എല്ലാം തന്നെ ഭരണത്തിനകത്ത് വേണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ അവസരങ്ങളിൽ നമ്മുടെ ഒരു മാന്യൻ, അതായത് കണ്ണന്താനം അവസരം കിട്ടിയില്ല, പക്ഷെ അവസരം കിട്ടിയ ഒരാളുണ്ട്, മിസ്റ്റർ തോമസ് ഐസക്. അദ്ദേഹം വളരെ അറിവുള്ളവനും ഒരു പൊളിറ്റീഷ്യൻ ഉപരി സാമ്പത്തിക ശാസ്ത്രം വിഷയമായെടുത്ത് പഠിച്ച് ജയിച്ച ആളാണ്. അത് പലർക്കും അറിയില്ല. അങ്ങനെ ചുമ്മാ കമ്മ്യൂണിസ്റ്റാണെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അങ്ങനെ ചുമ്മാ കമ്മ്യൂണിസ്റ്റൊന്നുമല്ല. അങ്ങനെ വളരെ അറിവും വിദ്യാഭ്യാസം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ടാണ് കേരളത്തിൽ അദ്ദേഹം ഇടതുപക്ഷം ഗവൺമെൻറ് ഭരണത്തിൽ വരുമ്പോൾ ഖജനാവിലൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം നിങ്ങളൊന്നെല്ലാം നോക്കിക്കോളൂ. പണമില്ലാതെ ട്രഷർ പൂട്ടിയിട്ടിട്ടില്ല. സമ്പത്ത് വരുത്താവുന്നതിൻ്റെ മാക്സിമം വരുത്തി. തരാതിരുന്നവരും കൊടുക്കാതിരുന്ന് വെട്ടിച്ച പല മാന്യന്മാരിൽ നിന്നും പണം റവന്യൂ റിക്കവറിയുടെയും അല്ലാതെയും പണം വരുത്തി. ചിലതെല്ലാം തന്നെ പലിശയെല്ലാം ഒഴിവാക്കി ഒറ്റയടിക്ക് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് അടച്ചാൽ മുഴുവൻ ബാക്കി പലിശ ഇളവ്, അങ്ങനെ കിട്ടാവുന്ന അത്രയും സമ്പത്ത് ഖജനാവിൽ വരുത്തി ഏറ്റവും മിടുക്കനായ ആ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന പദവി അദ്ദേഹത്തിന് ശത്രുക്കൾ പോലും സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും പൊളിറ്റീഷ്യൻ, ചിലപ്പോൾ പൊളിറ്റീഷ്യൻ അല്ലാത്ത റെയിൽവേ മന്ത്രി എന്ന് പറഞ്ഞ കണ്ടുവരുന്നവർ അദ്ദേഹം എന്തോ ലാലു പ്രസാദ് യാദവ് മിടുക്കനാണ്. അദ്ദേഹത്തെ മിടുക്ക് കുറവ് പറയല്ല. അദ്ദേഹത്തിന് അതുപോലെ നല്ല മിടുക്കുള്ളവർ പറഞ്ഞു കൊടുക്കാനും കാണും. പക്ഷേ ആരും പറഞ്ഞു കൊടുക്കാതെ സ്വന്തം നിലയിൽ എല്ലാം ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ പറയുകയായിരുന്നു. അങ്ങനെയുള്ളവർക്ക് കൂടി ഒരു അവസരം കൊടുത്താലേ ഭരണം നന്നാവൂ. അതിനുള്ള ഇച്ഛാശക്തി ആർക്ക് വേണം? ഭരണത്തിലുള്ളവർക്ക് വേണം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോണ്ടി, ഭരണത്തിൽ ഏത് പാർട്ടിയിലെടുത്ത് നോക്കാനും കൈവിനടിക്കുന്നവരും നേതാക്കന്മാർക്ക് പെട്ടിയെടുക്കുന്നവർക്കും അവസരം കൊടുക്കുന്ന ഒരു ശൈലിയാണ് കാണുന്നത്. നേതാക്കന്മാർക്ക് പെട്ടിയെടുത്ത് ഒത്തു പറഞ്ഞാണ് ഇവർക്ക് സ്ഥാനം കൊടുത്ത് മുമ്പോട്ട് പോകുന്ന ശൈലിയാണ് പലപ്പോഴും കാണുന്നത്. ഇതെല്ലാം മാറാതെ എങ്ങനെ നടക്കും? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 3 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഭരണം പിടിച്ചാൽ അതൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൽ തന്നെ ഒരു ശരിയായൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്ന് അന്നത്തെ ഓരോ പ്രസ്താവനകളും ഓരോരുത്തരുടെയും കേട്ട വളരെ